ഹലോ വെൽക്കം ടു പി കെ ലേണിങ്സ്. അപ്പോൾ നമ്മുടെ ഇക്കണോമിക്സിൻ്റെ PYQ സെഷൻ്റെ അടുത്തൊരു എപ്പിസോഡ് കിടക്കുകയാണ്. 2021 ലാസ്റ്റ് എപ്പിസോഡാണ്. നമ്മുടെ സ്കീമുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ക്ലാസ് റണ്ണിങ് ആയിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ലാസ്റ്റ് സെഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഒരുപാട് അത്യാവശ്യം സ്കീമുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വന്നിരുന്ന ഒരു മേഖലയായിരുന്നു സ്കീമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് സെഷനിൽ ഒരു 11 ക്വസ്റ്റനോട് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കീംസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ കംപ്ലീറ്റ്ലി കവർ ആവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ? അപ്പോൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെൺകുട്ടികളുടെ നിലനിൽപ്പും സംരക്ഷണവും ഉറപ്പുവരുത്തുക, പെൺകുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം ഉറപ്പുവരുത്തുക, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുക, ലിംഗാധിഷ്ഠിത ഗർഭഛിദ്രം തടയുക. ഇതിലേതാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എലിമിനേഷൻ വഴി ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ 1 2 3 2 3 1 2 3 4 ആൻഡ് 1 3 4 എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലേത് ഓപ്ഷനാണ് ഇല്ലാത്തതെന്ന് എലിമിനേഷൻ വഴി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് കടക്കാം. 1 3 ആൻഡ് 4 ആണ്. അപ്പോൾ ഇതിലില്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നായതുകൊണ്ട്, പഠനമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് തൊഴിൽ അധിഷ്ഠിത പരിശീലനം ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ പെൺകുട്ടികളുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ ജനുവരി 22, 2015 ആരംഭിച്ച പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നതാണെങ്കിൽ ലിംഗാധിഷ്ഠിത ഗർഭഛിദ്രം തടയുക, പ്രസ്താവന 4 ശരിയാണ്. ലിംഗനിർണ്ണയം നടത്തി പെൺ ഭ്രൂണഹത്യ ചെയ്യുന്നത് തടയുക എന്നതുവഴി കുറഞ്ഞു വരുന്ന പെൺ ലിംഗാനുപാതം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു. പിന്നീട് ഏറ്റവും കൂടുതലുള്ള ഒരു കാര്യമാണ് നമ്മൾ പെൺകുട്ടിയാണെങ്കിൽ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മുന്നേ കണ്ടുകൊണ്ട് ഈ ഒരു പെൺകുട്ടിയാണെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അതിനെ ഗർഭഛിദ്രം നടത്തി കളയുക എന്ന് പറഞ്ഞൊരു പ്രവണത നോർത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിയമം വഴി നിർത്തലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ മുന്നേ അറിയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിംഗനിർണ്ണയം നടത്തുക എന്ന് പറഞ്ഞ ടെസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ മാറ്റിക്കൊണ്ട് പെൺകുട്ടികൾക്ക് കൂടുതൽ എയ്ഡ് കൊടുക്കുക, അവരെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് കൂടുതൽ എയ്ഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്ന് പറഞ്ഞ ഉദ്ദേശത്തോടു കൂടിയാണ് അത് കൊണ്ടുവന്നത്. പെൺകുട്ടികളുടെ നിലനിൽപ്പും സംരക്ഷണവും ഉറപ്പുവരുത്തുക, അത് പ്രസ്താവന 1 ശരിയാണ്. പെൺകുട്ടികൾ ജനിച്ചതിന് ശേഷം അവരുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാണ് അടുത്തത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുക, പ്രസ്താവന 3 ശരിയാണ്. എല്ലാ പെൺകുട്ടികൾക്കും പ്രാഥമികവും തുറന്നുമായിട്ടുള്ള വിദ്യാഭ്യാസം ലക്ഷ്യമിടുക എന്നാണ് ബേട്ടി ബച്ചാവോ. പഠനത്തിലൂടെ പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി എടുക്കുക, അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അടുത്താണ് രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഇത് അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡിന് പ്രതിമാസം എത്ര കിലോഗ്രാം ഭക്ഷ്യധാന്യത്തിന് അർഹതയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ആണെങ്കിൽ അവർക്ക് പ്രതിമാസം എത്ര കിലോഗ്രാം ഭക്ഷ്യധാന്യം കിട്ടും എന്നാണ് ചോദ്യം. അപ്പോൾ ഒരംഗത്തിന് 5 കിലോഗ്രാം, 30 കിലോഗ്രാം, 35 കിലോഗ്രാം, 25 കിലോഗ്രാം ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് കറക്റ്റായി ഇൻഫർമേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈസിയായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് എന്താണ് അന്ത്യോദയ അന്ന യോജനയുമായിട്ട് ബന്ധപ്പെട്ട ചോദിച്ചിരിക്കുന്നത് 35 കിലോഗ്രാം ആണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അന്ത്യോദയ അന്ന യോജന എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവിതരണ സമ്പ്രദായത്തിന് കീഴിൽ സമൂഹത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി 2000 ഡിസംബറിൽ ആരംഭിച്ച പദ്ധതിയാണിത്. അന്ത്യോദയ അന്നയാണ്. അന്ത്യോദയ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ഒരു നമ്മുടെ ഫിനാൻഷ്യൽ ബേസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും താഴെ കിടക്കുന്ന പൂറസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണോ അവരെ കണ്ടെത്തി അവർക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തി കൊണ്ടുവരിക എന്ന് പറയുന്നതായിരുന്നു പ്രധാനമായിട്ട് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ റേഷൻ വിധത്തെ പറ്റി പറയുകയാണെങ്കിൽ മുൻഗണനാ വിഭാഗങ്ങളിൽ PHS കാർഡുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എണ്ണത്തിനനുസരിച്ചാണ് ഓരോ ആൾക്കാർക്ക് 5 കിലോ വീതമാണ് ധാന്യം കൊടുക്കുന്നത്. അന്ത്യോദയ നോക്കുകയാണെങ്കിൽ അവിടെ പദ്ധതി പ്രകാരം കുടുംബങ്ങളുടെ അംഗങ്ങളുടെ എണ്ണം എത്രയായാലും ഒരു കാർഡിന് പ്രതിമാസം 35 കിലോഗ്രാം അരിയും ഗോതമ്പും കൃത്യമായിട്ട് ലഭിക്കാനുള്ള അവകാശം അവർക്ക് ഉണ്ട്. ഇപ്പോൾ പലതരം കാർഡുകളുണ്ട്, വെള്ളക്കാർഡ്, മഞ്ഞക്കാർഡ് എന്ന് പറഞ്ഞ പല കാർഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രധാനമായിട്ടുള്ള കാർഡുകളിൽ ഒന്നാണ് നമ്മൾ പറയുന്നതിൽ പ്രധാനപ്പെട്ട ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് എന്ത്, അന്ത്യോദയ അന്ന യോജന കാർഡ്. അപ്പോൾ അവർക്ക് പ്രധാനമായിട്ടും 35 കിലോഗ്രാം, എത്ര പേരുണ്ടെങ്കിലും അവർക്ക് 35 കിലോഗ്രാം ഭക്ഷ്യധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്താണ് വാട്ട് ഈസ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. അപ്പോൾ നമ്മൾ പണ്ട് കഴിഞ്ഞ സ്കീമുകൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ ബീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഷുറൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ കാര്യങ്ങൾക്കും ഓരോ വാക്കുകൾ പ്രത്യേകിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ബീമ യോജന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ബീമ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. എഡ്യൂക്കേഷണൽ ഇൻഷുറൻസ് കവർ, ഇൻഡസ്ട്രിയൽ ഇൻഷുറൻസ് കവർ, ലൈഫ് ഇൻഷുറൻസ് കവർ, ആക്സിഡന്റൽ ഇൻഷുറൻസ് കവർ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ 4 എണ്ണത്തിലും ഇൻഷുറൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ആ ഒരു ഫാക്ടർ എന്താണ്, സുരക്ഷാ ബീമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമെങ്കിലാണ് നമുക്ക് എഴുതാൻ പറ്റൂ. ജനറലി നമുക്ക് ബീമ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ആണെന്ന് അറിയാം. ഇവിടെ 4 ഓപ്ഷൻസിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ഇൻഷുറൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ ആൻസറിലേക്ക് കടക്കാം. അപ്പോൾ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന എന്ന് പറഞ്ഞാൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറാണ്. ആക്സിഡന്റൽ ഇൻഷുറൻസ് സുരക്ഷാ ബീമ യോജന, സുരക്ഷാ ബീമ ആയതുകൊണ്ട് ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന, ദിസ് ഇസ് എ ഗവൺമെന്റ് ബാക്ക്ഡ് ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീം ലോഞ്ച്ഡ് ഇൻ മെയ് 2015 അലോങ്സൈഡ് ദ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന. 2015 തന്നെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയോടൊപ്പം തന്നെ കൊണ്ടുവന്നാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന എന്ന് പറയുന്നത്.
Eligibility and age group. It is available to people aged 18 to 70 years who hold a savings bank account. പ്രധാനമായിട്ടും 18 മുതൽ 70 വയസ്സ് വരെയുള്ള കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കാണ് ഇത് കൊടുക്കുന്നത്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുള്ള ആർക്കും എന്ത് കൊടുക്കുന്നുണ്ട്, ഈ ഒരു പദ്ധതിയിലൂടെ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. 2 ലക്ഷം രൂപ വരെയാണ് ബെനിഫിറ്റ്സ് ആൻഡ് കവറേജ് എന്ന് പറയുന്നത്. 2 lakhs is provided in the case of an accidental death or total permanent disability. മരണം സംഭവിക്കുകയോ പെർമനന്റ് ആയിട്ടുള്ള ഡിസബിലിറ്റി സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ വരെയാണ് പ്രധാനമായിട്ട് ഇതിൽ കവറേജ് ആയിട്ട് കൊടുക്കുന്നത്. 1 lakh is provided for partial permanent disability. പാർഷ്യൽ ഡിസബിലിറ്റി ആണെങ്കിൽ അതിന് 1 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. The annual premium is highly affordable at 20 per year, revised from the original 12, which is auto debited from the subscriber's bank account. അപ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ഒരു എമൗണ്ടിലാണ് ഇത് കൊടുക്കുന്നത്. കാരണം അതൊരു സ്കീം വഴി കൊടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു എമൗണ്ട് മാത്രമേ കവറേജിൽ വാങ്ങുന്നുള്ളൂ. 20 per year മാത്രമേ വാങ്ങുന്നുള്ളൂ. 12 ആയിരുന്നു ആദ്യം. സബ്സ്ക്രൈബേഴ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു എമൗണ്ട് വിത്ഡ്രോ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റൻ നമ്പർ 4ലേക്ക് അടുക്കുകയാണെങ്കിൽ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഇസ് നോട്ട് ആൻ ഒബ്ജക്ട് ഓഫ് ദ അടൽ പെൻഷൻ യോജന. അടൽ പെൻഷൻ യോജനയുടെ ഭാഗമായിട്ട് ഒബ്ജക്ട് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഫിക്സഡ് പെൻഷൻ ഈസ് പെയ്ഡ് ഓൺ അറ്റൈനിങ് ഏജ് ഓഫ് 80 years. ഫിക്സഡ് പെൻഷൻ ഈസ് പെയ്ഡ് ഓൺ അറ്റൈനിങ് ഏജ് ഓഫ് 80 years. ഫിക്സഡ് പെൻഷൻ ഈസ് പെയ്ഡ് ഓൺ അറ്റൈനിങ് ദ ഏജ് ഓഫ് 60 years. അറ്റൈനിങ് at 60 years. Encourage workers to voluntarily save for their retirement. Encourage workers to voluntarily save for their retirement. Provide social security to the unorganized sector. Unorganized sector ആളുകൾക്ക് എന്ത് കൊടുക്കുക? Provide social security. ഇതിൽ ഏതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള ഫാക്ട് അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. പ്രധാനമായിട്ട് ഇവിടെ ഫിക്സഡ് പെൻഷൻ ഈസ് പെയ്ഡ് ഓൺ അറ്റൈനിങ് ദ ഏജ് ഓഫ് 80, 60 എന്ന് പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റ് എന്താണ്? 60, 80 എന്ന് പറഞ്ഞ കോൺട്രാഡിക്ടറി ആണ്. ഒരേ സ്റ്റേറ്റ്മെന്റ് തന്നെ 2 വയസ്സ് കൊടുത്തിരിക്കുന്നുണ്ട്. അത് തന്നെ അതിലൊന്ന് തന്നെ ആവാം എന്ത് ഈ പറഞ്ഞ ഉത്തരത്തിന്റെ തെറ്റായിട്ടുള്ള വാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? ഫിക്സഡ് പെൻഷൻ ഈസ് പെയ്ഡ് ഓൺ അറ്റൈനിങ് ദ ഏജ് ഓഫ് 80 years എന്ന് നമുക്ക് പറയാം. അടൽ പെൻഷൻ യോജന ഇസ് എ ഗവൺമെന്റ് ബാക്ക്ഡ് പെൻഷൻ സ്കീം ഇൻ ഇന്ത്യ, പ്രൈമർലി ടാർഗറ്റഡ് അറ്റ് ദ അൺഓർഗനൈസ്ഡ് സെക്ടർ. അൺഓർഗനൈസ്ഡ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ വസ്തുതയാണ് ചോദിച്ചിരിക്കുന്നത്. എ ഈസ് ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അണ്ടർ ദ അടൽ പെൻഷൻ യോജന സബ്സ്ക്രൈബേഴ്സ് സ്റ്റാർട്ട് റിസീവിംഗ് ദെയർ ഫിക്സഡ് മിനിമം പെൻഷൻ അറ്റ് ദ ഏജ് ഓഫ് 60 years. 60 വയസ്സിലാണ് ഇവർക്ക് കിട്ടാൻ തുടങ്ങുക, 80 വയസ്സല്ല. സ്റ്റേറ്റ്മെന്റ് അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫാൾസ് ആണ്. ബി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒബ്ജക്റ്റീവായിട്ട് മാറുന്നത്? ദ കോർ ഫീച്ചർ ഓഫ് APY is that subscribers receive a guaranteed fixed minimum pension ranging from 1,000 to 5,000 per month up to reaching 60 years of it. 60 വയസ്സ് മുതലാണ് ഈ പറഞ്ഞ 1000 മുതൽ 5000 വരെ പെർ മന്ത് അവർക്ക് എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ 80 വയസ്സ് എന്ന് പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സി ഒബ്ജക്റ്റീവ് ആവുന്നത് എന്തുകൊണ്ടാണ്? ദ സ്കീം ഈസ് ഡിസൈൻ ടു എൻകറേജ് ഓപ്പറേഷണൽ വർക്കേഴ്സ് പർട്ടിക്കുലർലി ദി ഇൻഫോർമൽ ഇക്കോണമി ടു വോളണ്ടറിലി സേവ് ഫോർ ദർ റിട്ടയർമെന്റ് ഡ്യൂറിംഗ് ദർ വർക്കിംഗ് ഇയേഴ്സ്. പ്രധാനമായിട്ട് എന്താണ്? അവരെ സേവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ ഒരു ടൈം പീരീഡ് എത്തുമ്പോൾ വളരെ ചെറിയൊരു എമൗണ്ട് അടച്ചുകൊണ്ട് ഈ ഒരു സേവിങ്സ് എമൗണ്ട് എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് 60 വയസ്സിന് ശേഷം ഇവർക്കെല്ലാം കിട്ടും. അപ്പോൾ അവർക്ക് അവരുടെ ആ ഒരു ടൈം പീരീഡിൽ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ള കണ്ടീഷനാണ് നമ്മളോട് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ അത് സേവിങ്സിന് വേണ്ടി അവരെ എന്ത് ചെയ്യുന്നു? കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഡി ആവുന്നതോ? The fundamental purpose of APY is to provide a robust social security net to workers in the unorganized sector who do not have access to structural institutional pension benefits എന്നാണ്. ഇപ്പോൾ പ്രധാനമായിട്ട് പർപ്പസ് ഓഫ് APY എന്ന് പറയുന്നത് എന്താണ്? ഒരു റോബസ്റ്റ് സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അൺഓർഗനൈസ് സെക്ടറിൽപ്പെട്ട ആളുകൾക്കും പെൻഷൻ കിട്ടാത്ത ആളുകൾക്കും പെൻഷൻ കിട്ടുന്ന ഒരു സ്കീം എന്ത് ചെയ്യുക? എൻകറേജ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ അവർക്ക് വേറെ സ്ട്രക്ചറൽ ഇൻഷുറൻസ് പെൻഷൻ ബെനിഫിറ്റുകളൊന്നും കിട്ടാത്തവരാണെങ്കിൽ അവർക്ക് ഈ ഒരു മാർഗ്ഗത്തിലൂടെ അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നു. പെൻഷൻ കിട്ടാനുള്ള ഒരു സാധ്യത തുറന്ന് കൊടുക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് കടക്കുകയാണെങ്കിൽ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പോളിസിയെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഏത് ലക്ഷ്യവുമായി ഏറ്റവും അനുയോജ്യമായി ബന്ധിപ്പിക്കുന്നു? വളർച്ച, തുല്യത, സ്വാശ്രയത്വം ഇവയൊന്നുമല്ല. പ്രധാനമായിട്ടും മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ എന്താണ് നമ്മൾ എപ്പോഴും അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക? അത് എപ്പോഴും എന്തായിരിക്കും? സ്വാശ്രയത്വം ആയിരിക്കും. അതോടെ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? സ്വാശ്രയത്വം അഥവാ സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കാതെ ഇന്ത്യക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ രാജ്യത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇത് രാജ്യത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുകയും ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളൊന്നായിട്ടുള്ള സ്വാശ്രയത്വം അഥവാ സെൽഫ് റിലയൻസ് കൈവരിക്കാൻ ഈ പോളിസി നേരിട്ട് സഹായിക്കുന്നു. ഉൽപ്പാദന മേഖലയിലെ വളർച്ചയ്ക്കും ഇതൊരു കാരണമാകുമെങ്കിലും വിദേശ ആശ്രയത്വം കുറച്ച് ഇന്ത്യ ഒരു ആഗോള നിർമ്മാണ ഹബ്ബാക്കി മാറ്റുക എന്നാണ് പ്രധാനമായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ആശയത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എന്താണ്? സ്വാശ്രയത്വം എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഉള്ള വസ്തുക്കൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന വഴി നമുക്ക് വിദേശ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് മറികടക്കാനും ഒരു സ്വാശ്രയത്വം നേടിയെടുക്കാനും സഹായിക്കുമെന്നാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് കിടക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ സംയോജിത ശിശു വികസന പദ്ധതി നടപ്പിലാക്കിയ വർഷം ഏതാണ്? ഇന്ത്യയിൽ സംയോജിത ശിശു വികസന പദ്ധതി നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1957, 1995, 1975, 1985. അപ്പോൾ പ്രധാനമായിട്ടും സംയോജിത ശിശു വികസന പദ്ധതി അഥവാ ICDS നടപ്പിലാക്കുന്ന എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? അംഗനവാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത് ഇന്ദിരാഗാന്ധിയുടെ ടൈം പീരീഡിലായിരുന്നു നടന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് 1975 തുടങ്ങി ഇന്ത്യയിൽ കുട്ടികളുടെ സമഗ്രമായ വളർച്ചയും ആരോഗ്യവും ലക്ഷ്യമിട്ട് ആരംഭിച്ച ലോകത്ത് തന്നെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നായിരുന്നു. മലയാളത്തിൽ ഇതിന് സംയോജിത ശിശു വികസന സേവന പദ്ധതി എന്നും അറിയപ്പെടുന്നു. മഹാത്മാഗാന്ധിയുടെ 106ാം ജന്മദിനത്തോടനുബന്ധിച്ച് 1975 ഒക്ടോബർ 2 ഔദ്യോഗികമായിട്ട് ഇത് ആരംഭിച്ചത്.
0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരുടെ ആരോഗ്യ പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ശിശുമരണ നിരക്കും പോഷകാഹാരക്കുറവും കുറയ്ക്കുക, കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് അടിത്തറയിടുക എന്ന് പറയുന്നതായിരുന്നു. അങ്കണവാടികൾ, ഈ പദ്ധതി നടപ്പിലാക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലെയും നഗരങ്ങളിലെയും പ്രധാനപ്പെട്ട അങ്കണവാടികൾ വഴിയാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരുടെ ആരോഗ്യ പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല അമ്മമാർക്കും വേണ്ടിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. അങ്കണവാടികൾ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അടുത്തായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 7 കടക്കാം. സുകന്യ സമൃദ്ധി യോജനയുമായി പൊരുത്തപ്പെടുന്ന താഴെ നൽകിയിട്ടുള്ളതിൽ ഏത് പ്രസ്താവനയാണ്? അപ്പോൾ സുകന്യ സമൃദ്ധി യോജനയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ്? കൂടുതലും വിമൻസും ചിൽഡ്രൻസും ആയിട്ട് ബന്ധപ്പെട്ട അസോസിയേറ്റഡ് ആയിട്ടുള്ള പദ്ധതികളായിരുന്നു ആ ഒരു ടൈം പീരീഡിൽ വന്നിരുന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ക്വസ്റ്റിൻ്റെ പാറ്റേൺ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത് പൊരുത്തപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നതിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് ചോദിക്കുന്നത്. വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ നൽകുന്നതിനായിട്ടുള്ള പദ്ധതി, പെൺകുട്ടികൾക്കുള്ള സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി, സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്കായുള്ള പദ്ധതി, ഗ്രാമീണ വനിതകളിൽ സമ്പാദ്യശീലം വളർത്താനുള്ള പദ്ധതി. ഇതിലേതാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ സുകന്യ സമൃദ്ധി എന്ന് പറയുന്നതാണ് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്നതാണ്. അതിൽ തന്നെ പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ കൂടുതൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം, വിവാഹം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവി ആവശ്യങ്ങൾക്കായിട്ട് മാതാപിതാക്കളെ സമ്പാദ്യശീലം വളർത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ചെറുകിട സമ്പാദ്യ പദ്ധതിയാണ്, സ്മോൾ സേവിംഗ് സ്കീമാണ് എന്ത് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. തുടക്കം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അല്ലെങ്കിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് 2015 ജനുവരി 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ സുകന്യ സമൃദ്ധി യോജന തുടങ്ങിയത് 2015 2015 ജനുവരി 22 ഈ ഒരു പദ്ധതി പ്രധാനമായിട്ടും ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതോ 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ മാതാപിതാക്കൾക്കോ നിയമപരമായ രക്ഷിതാക്കൾക്കോ ഈ അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ്. പോസ്റ്റ് ഓഫീസുകളിലോ പൊതുമേഖലാ ബാങ്കുകളിലോ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ഈ പദ്ധതിക്ക് മറ്റ് ചെറുകിട സമ്പാദ്യ പദ്ധതികളെ അപേക്ഷിച്ച് ഉയർന്ന പലിശ നിരക്ക് ലഭിക്കുന്നു. കൂടാതെ ആദായ നികുതി സമയം സെക്ഷൻ 80C പ്രകാരമുള്ള നികുതി ഇളവുകളും ഇവിടെ കിട്ടും. സുകന്യ സമൃദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ വളർത്തുന്ന ആൾക്കാർക്കോ പേരൻസിനോ ഒരു എമൗണ്ട് എമൗണ്ട് ഇട്ടുകൊണ്ട് ആ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് വിവാഹപ്രായമാകുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, ഇത് ഒരു എമൗണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഗവൺമെൻറ് ഇതിന് വേണ്ടി കൊടുക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8 കടക്കാം. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷനെ സംബന്ധിച്ച് ബാധകമല്ലാത്തത് ഏത്? നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷനെ സംബന്ധിച്ച് ബാധകമല്ലാത്ത വസ്തുത ഏതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ കുടുംബശ്രീ മാതൃക ഇന്ത്യയിൽ വ്യാപിപ്പിച്ചു. സ്വയം സഹായ സംഘങ്ങൾ വഴിയാണ് ഈ പദ്ധതി പ്രധാനമായിട്ടും നടപ്പിലാക്കിയത്. ഇത് തെരഞ്ഞെടുത്ത സംസ്ഥാനങ്ങളിൽ മാത്രം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. വനിതകളുടെ നിക്ഷേപ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരംഭങ്ങൾ നടത്തുന്നതിനും ഇത് മുൻഗണന കൊടുക്കുന്നു. ഇതിലേതാണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ NRLM-ആയിട്ട് ബന്ധപ്പെട്ട് ശരിയായ വസ്തുത അല്ലാത്തത്, ബാധകമല്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് തിരഞ്ഞെടുത്ത സംസ്ഥാനങ്ങളിൽ മാത്രം നടപ്പിലാക്കുന്ന പദ്ധതി എന്ന് പറയുന്നതാണ് തെറ്റായ വസ്തുത. കാരണം എന്താണ്? തിരഞ്ഞെടുത്ത സംസ്ഥാനങ്ങളിൽ മാത്രം നടപ്പിലാക്കുന്നതല്ല, നേഷൻ വൈഡ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു പദ്ധതിയായിരുന്നു. നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ ഇപ്പോൾ ദീൻദയാൽ അന്ത്യോദയ യോജന NRLM എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ദീൻദയാൽ അന്ത്യോദയ യോജന എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കിയിട്ടുള്ള ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിരുന്നു, സെൻട്രലി സ്പോൺസേർഡ് സ്കീമായിരുന്നു. ഇത് തിരഞ്ഞെടുത്ത സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന തെറ്റാവുന്നു. എന്തുകൊണ്ടാണ്? തിരഞ്ഞെടുത്ത സംസ്ഥാനങ്ങളിൽ മാത്രമല്ല നടപ്പിലാക്കുന്നത്, ഒരു ഇന്ത്യ ഒട്ടാകെ റോൾ ഔട്ട് ചെയ്ത ഒരു പദ്ധതിയായിരുന്നു, പല സംസ്ഥാനങ്ങളിലായിട്ട് റോൾ ഔട്ട് ചെയ്ത ഒരു പദ്ധതിയായിരുന്നു അത് എന്നാണ് ശരിയായ ഉത്തരം. താഴെ തന്നിരിക്കുന്നവരിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പ്രധാനമന്ത്രി വയവന്ദന യോജന 2017 മെയ് മാസമാണ് ആരംഭിച്ചത്. പ്രധാനമന്ത്രി വയവന്ദന യോജന 2017 മെയ് മാസമാണ് ആരംഭിച്ചത്. 60 വയസ്സോ അതിന് മുകളിലുള്ള സീനിയർ സിറ്റിസൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പദ്ധതി. വയവന്ദന യോജന എന്ന് പറഞ്ഞ പേര് ലോജിക്ക് വെച്ച് ആലോചിക്കുക. 2017 മെയ് മാസം ആരംഭിച്ചു. 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൻസിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഉത്തർപ്രദേശിലെ ജോൺപൂർ ജില്ലയിലാണ് ഈ പദ്ധതി തുടങ്ങിയത്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ് ഈ പദ്ധതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലേത് പ്രസ്താവനയാണ് ശരിയായത് എന്നാണ്. ശരിയായ ജോഡി 3, 2, 1 ആണോ, 1, 2, 3 ആണോ, 2, 3, 1, 1, 2, 4 തുടങ്ങിയ പല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ 1, 2, 3 ശരിയാണ്, 2, 3, 1 ശരിയാണ്. അത് രണ്ടും ഒരേ രീതിയിലാണ് 3, 2, 1 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു എലിമിനേഷൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 1, 2, 4 ഒഴികെ ബാക്കി എല്ലാത്തിനും ഒരേ രീതിയിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് PSC ഇതുപോലത്തെ മിസ്റ്റേക്സ് ഒക്കെ പറ്റാറുണ്ടെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോൾ 1, 2, 4 ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. പ്രധാനമന്ത്രി വയവന്ദന യോജന 2017 മെയ് മാസം തന്നെയാണ് ആരംഭിച്ചത്. മുതിർന്ന പൗരന്മാർക്കായുള്ള പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കിയത് 2017 മെയ് 4 60 വയസ്സോ അതിന് മുകളിലുള്ള സീനിയർ സിറ്റിസൻസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആ പദ്ധതിയിൽ ചേരാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എന്താണ്?
60 പരമാവധി പ്രായമില്ല. ഉത്തർപ്രദേശിലെ ജോൺപൂരിലാണ് ഈ പദ്ധതി തുടങ്ങിയെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. കാരണം എന്താണ്, ഒരു പ്രദേശത്തെ മാത്രം ആശ്രയിച്ച് തുടങ്ങിയ, ഒരു പ്രദേശത്തെ മാത്രം കേന്ദ്രീകരിച്ച് തുടങ്ങിയ ഒരു പദ്ധതിയല്ല. ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായിട്ടുള്ള LIC വഴി രാജ്യം മുഴുവൻ റോൾ ഔട്ട് ചെയ്ത ഒരു പദ്ധതിയായിരുന്നു. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതെന്ന് പറഞ്ഞത് ശരിയാണ്. കാരണം എന്താ, ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്ന ഇന്ത്യയിലെ സ്ഥിരതാമസക്കാരായിട്ടുള്ള മുതിർന്ന പൗരന്മാർ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളായിരുന്നു. എൻലെസ് ആയിട്ട് ഇവിടെ 60 ദിവസം എത്ര വരെയാണ് വേണമെങ്കിലും ആകാം. അത്തരത്തിലുള്ള മുതിർന്ന പൗരന്മാരായിട്ടുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം തുടങ്ങിയ ഒരു പദ്ധതിയായിരുന്നു ഇത്. അപ്പോൾ അതാണ് നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, പ്രധാനമന്ത്രി വയോവന്ദന യോജന 2017 തുടങ്ങിയതെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 10 കടക്കുകയാണെങ്കിൽ, അന്ത്യോദയ അന്ന യോജന നമ്മൾ രണ്ടാമത്തെ തവണയാണ് ഈ ഒരു പദ്ധതിയായിട്ട് കാണാൻ പോകുന്നത്. അന്ത്യോദയ അന്ന യോജന, കുടിവെള്ളം, ആരോഗ്യ ഇൻഷുറൻസ്, വീട്, ഭക്ഷ്യധാന്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രസ്താവനയാണ് ശരിയെന്നാണ് ചോദ്യം. അപ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അത് ഭക്ഷ്യധാന്യങ്ങളുമായിട്ട്. നമ്മൾ ഓൾറെഡി പഠിച്ച് 35 കിലോഗ്രാം റൈസ് കൊടുക്കുന്ന കാര്യം, പെർ ഹെഡ് 5 കിലോ കൊടുക്കുന്ന കാര്യം, 2 റേഷൻ കാർഡുള്ള ടൈപ്പ് ഓഫ് ആളുകൾക്ക് കൊടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്ത്യോദയ അന്ന യോജന ഇന്ത്യയിലെ പൊതുവിതരണ സമ്പ്രദായത്തിന് കീഴിലുള്ള ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങൾക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത്. അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത് ഭക്ഷ്യധാന്യം കൊടുക്കുക എന്ന് പറയുന്നതാണ് പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരുന്നത്. അപ്പോൾ അവസാനത്തെ ക്വസ്റ്റിലേക്ക് കടക്കാം. കണക്ടിവിറ്റി ഇല്ലാത്ത ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് റോഡ് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, പ്രധാനമന്ത്രി ആവാസ് യോജന, പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം അഥവാ NRLM. അപ്പോൾ ഈ 4 പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് റോഡ് നിർമ്മിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതി ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു, വാക്കുകളിൽ നിന്ന് കണ്ടെത്താം. ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ്, റൂറൽ ഏരിയാസിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന, വീടുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന, ഗ്രാമീണ നഗരങ്ങളിൽ, ഗ്രാമീണ പ്രദേശങ്ങളിൽ സഡക്ക് എന്ന് പറഞ്ഞാൽ റോഡാണ്. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. അപ്പോൾ സഡക്ക് എന്ന് പറഞ്ഞ പദ്ധതി നേരിട്ട് നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരേണ്ട യാതൊരു ആവശ്യമില്ല. എന്താണ്, പ്രധാനമായിട്ടും കണക്ടിവിറ്റി ഇല്ലാത്ത ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രധാനമന്ത്രി ഗ്രാമീണ സഡക്ക് യോജന തന്നെയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെയൊക്കെ റൂറൽ റോഡുകളിലേക്കൊക്കെ ഇറങ്ങി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും, മഞ്ഞ കളർ ഗാന്ധിയുടെ പടമുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും, ഗ്രാമീണ സഡക്ക് യോജന എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഗ്രാമീണ സഡക്ക് യോജന, പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന എന്ന് പറയുന്നത് എന്താണ്, ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യം വികസനം ലക്ഷ്യമിട്ട് കൃത്യമായ റോഡ് സൗകര്യം ഇല്ലാത്ത ഒറ്റപ്പെട്ട ഗ്രാമങ്ങളെ തമ്മിൽ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കുന്ന റോഡുകൾ വഴി ബന്ധിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന എന്ന് പറയുന്നത്. 2000 ഡിസംബർ 25 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. 2000 ഡിസംബർ 25 തുടങ്ങിയത് ഗ്രാമീണ സഡക് യോജന. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ആരംഭിച്ചത്. സമതല പ്രദേശങ്ങളിൽ 500-ലധികം ജനസംഖ്യയുള്ള ഗ്രാമങ്ങളെയും മലയോര ആദിവാസി വനഭൂമി മേഖലകളിൽ 250-ലധികം ജനസംഖ്യയുള്ള ഗ്രാമങ്ങളെയും നല്ല റോഡുകൾ വഴി പ്രധാന റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കുക എന്നായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്. അപ്പോൾ ഗ്രാമ സഡക് യോജന ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി ലെവൽ ചോദ്യങ്ങൾക്കൊക്കെ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് പോയിന്റ്സും വരാവുന്നതാണ്. അപ്പോൾ പദ്ധതികൾ പഠിക്കുമ്പോൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോർ ഏരിയാസ് പഠിക്കുക. വർഷങ്ങളും ഡേറ്റും അത് പറഞ്ഞ പോലെ മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ ഒബ്ജക്റ്റീവ് മാത്രം പഠിച്ചാൽ പോരാ. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തായാലും ഡോട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പഠിക്കാൻ നോക്കുക. അതെല്ലാം ചോദ്യങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്കീമുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് നമ്മൾ തീർന്നിരിക്കുകയാണ്. 2021 ഇക്കണോമിക്സിൻ്റെ ചോദ്യങ്ങൾ മുഴുവൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2021 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ട്രെൻഡ് പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ തവണയും PSC ഒരു ട്രെൻഡ് പതുക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ട്രെൻഡ് അനുസരിച്ചുള്ള ക്വസ്റ്റൻസ് കൂടെ വായിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഇക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ തന്നെ നല്ലൊരു കണ്ടന്റ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കൂടാതെ ഇനി വരുന്ന വർഷങ്ങളിൽ 23 നമ്മൾ ഉടനെ തുടങ്ങുന്നതായിരിക്കും, 22 നമ്മൾ ഉടനെ തുടങ്ങുന്നതായിരിക്കും, 2020 21 നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷത്തെ മുതലുള്ള ചോദ്യപേപ്പർ 2025 26 വരെ എപ്പോഴൊക്കെ നടക്കുന്നുണ്ടോ അത്രയധികം നമ്മൾ പോകുന്ന കൊണ്ട്, അപ്പോൾ ഇനി വരുന്ന ചോദ്യപേപ്പറുകളിലെ എക്കണോമിക്സ് ചോദ്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് പരമാവധി ആൻസർ ചെയ്തുകൊണ്ടും അതിൻ്റെ എക്സ്പ്ലനേഷൻസ് വായിച്ചുകൊണ്ടും ആ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രീവിയസ് ആയിരുന്ന ഒരുപാട് റിപ്പീറ്റേഷൻസ് വരാറുണ്ട്, ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ വീണ്ടും 2022 പുതിയൊരു സെഷനുമായിട്ട് ആദ്യത്തെ മുതലുള്ള ടോപ്പിക്കുകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു.